ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മെയ് മാസം 3-ാം തീയതി രാവിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ 4 ഭാഗങ്ങളായി വിഭാഗിക്കപ്പെട്ടാണ് അവരെ താമസിച്ചിരുന്നത്. ഈ അധ്യായത്തിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട്. അവർ 3 ഗോത്രക്കാർ വീതം സമാന കൂടാരത്തിൻ്റെ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഇങ്ങനെ പാളയമിറങ്ങണം. 4 ഗോത്രങ്ങൾ ഓരോ ഭാഗങ്ങളിലായിട്ട് പാളയമിറങ്ങണം. കിഴക്ക് ഭാഗത്ത് യഹൂദ ഗോത്രം നേതൃത്വം നൽകണം. കാരണം അവിടെ നിന്നാണ് പ്രഭു വരുന്നത്. യഹൂദ ഗോത്രത്തിൽ നിന്നാണ് പ്രഭു വരുന്നത്. അതുകൊണ്ട് നേതൃത്വം അവർക്കാണ് നൽകിയത്. എന്നാൽ രസകരമായ ഒരു കാര്യം, ഇങ്ങനെ 12 ഗോത്രങ്ങൾ 3 ഗോത്രങ്ങൾ വീതം ഇങ്ങനെ അവർ ഭാഗിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിലായിട്ടാണ് സമാഗമന കൂടാരം അടിച്ചിരുന്നത്. അപ്പോൾ സമാഗമന കൂടാരം മധ്യത്തിൽ അതിൻ്റെ 4 ചുറ്റിലും 3 ഗോത്രക്കാർ വീതമുള്ള 4 ഗ്രൂപ്പുകൾ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അങ്ങനെ വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ചിത്രം എന്ന് പറയുന്നൊരു മനോഹരമായിരിക്കുന്ന ചിത്രമാണല്ലേ. ദൈവജനം അങ്ങനെ ചിതറിപ്പാർക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്നതായിരിക്കുന്ന ദൈവാലയം എന്ന് പറഞ്ഞാൽ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവമക്കളുടെ മധ്യത്തിൽ ദൈവമുണ്ട് എന്ന് ചുരുക്കം. ദൈവമക്കളുടെ മധ്യത്തിൽ ദൈവമുണ്ട്. പഴയ നിയമകാലത്ത് ദൈവം പ്രതീകാത്മകമായി തൻ്റെ സാന്നിധ്യം ദൈവാലയത്തിലും സമാഗമന കൂടാരത്തിലും വെച്ചിരുന്നു. സമാഗമന കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകമുണ്ട്. നിയമപ്പെട്ടകത്തിൻ്റെ പുറത്തുള്ളതായിരിക്കുന്ന കൃപാസനത്തിൽ ദൈവം തൻ്റെ സാന്നിധ്യം വയ്ക്കുകയും അവിടെ വെച്ച് ദൈവം അവിടേക്ക് കടന്നു വരുന്നതായിരിക്കുന്ന മഹാപുരോഹിതനോട് വർഷത്തിലൊരിക്കൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത്. അത് എത്ര മനോഹരമാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം എല്ലാ മനുഷ്യർക്കും മധ്യത്തിലുള്ളതായിരിക്കുന്ന ദൈവാലയം സമദൂരത്തിലാണ്, ഏതാണ്ട് സമദൂരത്തിലാണ്. തെക്കുള്ളവരും പടിഞ്ഞാറുള്ളവരും വടക്കുള്ളവരും കിഴക്കുള്ളവരും അവരുടെ സ്ഥലത്തു നിന്നും ദൈവാലയത്തിലേക്ക് വരുവാനായിട്ട് ഏതാണ്ട് സമദൂരമാണ്. അല്പസ്വല്പ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ നിവാസമുണ്ട്, അവരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതായിരിക്കുന്ന ബോധ്യം അവർക്ക് വലിയ ധൈര്യം തരുന്ന ഒന്നായിരുന്നു. ധൈര്യം തരുന്ന മോശ കൂടെ ഈ സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമായിരുന്നു. യോശുവയെ പറ്റി പറയുന്നവൻ കൂടാരം വിടാതെ നിന്നിരുന്നു എന്നുള്ളതാണ്. ഭക്തന്മാരായിരിക്കുന്ന ദൈവജനം ദൈവാലയത്തിന് ചുറ്റും, ദൈവകൂടാരത്തിന് സമാഗമന കൂടാരത്തിന് ചുറ്റും അവരെ വിടാതെ അങ്ങനെ നിന്നിരുന്നു. അത് എത്ര മനോഹരമാണ്. പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമുക്ക് അങ്ങനെ ഒരു ദൈവാലയമില്ല. ആരാധനയ്ക്ക് വേണ്ടി നാം ആലയങ്ങളൊക്കെ പണിതിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നതുപോലെ 12 ഗോത്രങ്ങൾക്കും കൂടെ പൊതുവായിട്ടൊരു ആരാധനാലയം, ദൈവാലയം നമുക്ക് അങ്ങനെ പുതിയ നിയമകാലത്തില്ല. പക്ഷേ കർത്താവ് നമുക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്തൊക്കെ ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് എന്നത് മനോഹരമല്ലേ. 2-3 പേരെന്ന് കർത്താവ് പറഞ്ഞത് എത്ര മനോഹരമാണ്. കാരണം 20-30 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പല കൂടിവരകളിലും കർത്താവ് ഇല്ലാതെ പോയിനി. 200-300 എന്ന് പറഞ്ഞാൽ വലിയ ഗ്രൂപ്പുകൾക്ക്, അല്ലെങ്കിൽ 2000-3000 എന്ന് പറഞ്ഞാൽ. ഇന്നിപ്പോൾ മെഗാ ചർച്ചിൻ്റെ കാലമാണ്, 20,000-30,000 കാലമാണ്. എന്നാൽ കർത്താവ് പറഞ്ഞപ്പോൾ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത്. കാരണം ദൈവജനം ഒരിക്കലും ദൈവസാന്നിധ്യം അനുഭവിക്കാത്തവരായിട്ട് ഈ ഭൂമി ഇരിക്കുവാൻ പാടില്ലെന്നുള്ള ദൈവത്തിന് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഒരു സഭയാകുന്നത് ആളുകളുടെ എണ്ണത്തിൻ്റെ ബഹുത്വത്തിലല്ല. 2-3 പേരെ ഉള്ളെങ്കിലും ഈ 2-3 പേരും അവരുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ സഭയായി. കർത്താവില്ലാത്തത് എന്ത് സഭയാണ്? വലിയ പള്ളികളൊക്കെ നമ്മൾ പണിതിട്ട് ആളുകളെ ഒരുപാട് കൂട്ടിയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ അവിടെ കർത്താവ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. കർത്താവ് രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ മധ്യത്തിൽ മാത്രമാണ് വസിക്കുന്നത്. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ മന്ദിരമാണ്. എല്ലാ മനുഷ്യൻ്റെയും ഹൃദയം ദൈവത്തിൻ്റെ മന്ദിരമല്ല. രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കാൽവരിയിൽ ചൊരിഞ്ഞതായിരിക്കുന്ന രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കുന്ന വിശുദ്ധന്മാരുടെ ഹൃദയം മാത്രമാണ് ദൈവത്തിൻ്റെ ആലയമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ലേവ്യരായ പുരോഹിതന്മാർ, പ്രത്യേകിച്ച് അഹരോന്യ പുരോഹിതന്മാർ, സമാഗമന കൂടാരം സംബന്ധിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ദൈവസാന്നിധ്യം ദൈവജനത്തിന് മധ്യേ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നവരാണവർ. കാരണം അരുതാത്ത കാര്യങ്ങൾ ദൈവജനത്തിനിടയിൽ നടന്നാൽ ദൈവസാന്നിധ്യം അവിടെ ഒന്ന് വിട്ടുപോകും. യെഹെസ്കേൽ പർവ്വതത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ദൈവാലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം അങ്ങനെ പുറപ്പെട്ട് അങ്ങ് ദൂരേക്ക് പോകുന്നതായിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അതെ, സഭയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ലവോദിക്ക സഭയ്ക്ക് സന്ദേശം എഴുതുമ്പോൾ കർത്താവ് പുറത്തു നിന്ന് മുട്ടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. അകത്തിരിക്കേണ്ട കർത്താവ് പുറത്തെങ്ങനെയായി? കാരണം സഭയ്ക്കകത്ത് നടക്കുന്നതായിരിക്കുന്ന പല കാര്യങ്ങളും കർത്താവിന് സഹിക്കാവുന്നതല്ല.
കർത്താവിൻ്റെ പരിപാടിയിൽ കർത്താവ് അനുവദിച്ചിട്ടുള്ളതല്ല. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിന് ചുറ്റും വസിക്കേണ്ടവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത്. കർത്താവില്ലാത്ത ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഇസ്രായേൽ മക്കളെ അവരുടെ ജീവിതത്തിലെ വിജയത്തിന് കാരണമെന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം അവരുടെ മധ്യത്തിലുണ്ട് എന്നുള്ളതാണ്. ചില സന്ദർഭങ്ങളിൽ തോന്നിയ പോലെ ജീവിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് അവർ നിയമപ്പെട്ടമൊക്കെ എടുത്തുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പോയി. എന്നിട്ട് ആകെ പരാജയപ്പെട്ട് നിയമപ്പെട്ടമൊക്കെ പരിസരം പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തതായിരിക്കുന്ന ചരിത്രം നമുക്കറിയാം. ദൈവം നമ്മുടെ മധ്യത്തിൽ വസിക്കണമെങ്കിൽ ദൈവത്തിന് വസിക്കുവാൻ കഴിയുന്ന വിധത്തിൽ നാം ജീവിക്കണം. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിനെന്നാണ് പഴയ നിയമത്തിൽ ആവർത്തി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. യഹോവ നിങ്ങളുടെ ദൈവമായ യഹോവ വിശുദ്ധനാകുന്നു, ആകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. പാളയത്തിലെങ്ങും അശുദ്ധി കാണരുതെന്നാണ്. കാരണം നിങ്ങളുടെ ദൈവമായ യഹോവ പാളയത്തിൽ കൂടെ പോകുമ്പോൾ അശുദ്ധി കാണാൻ പാടില്ല. അവൻ വിശുദ്ധനാണ്. എല്ലാ നിലയിലുള്ള അശുദ്ധിയും, ലൈംഗിക അശുദ്ധി മാത്രമല്ല അശുദ്ധി, ധാർമ്മികമായ നിലവാരങ്ങളിലുള്ള വ്യത്യാസം, സാമ്പത്തിക അശുദ്ധി, ഏതെല്ലാം കാര്യങ്ങളാണ് ഇന്നത്തെ ദൈവത്തിൻ്റെ മക്കളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും ഏതെല്ലാം കാര്യങ്ങൾ അശുദ്ധരായിട്ടാണ് ജീവിക്കുന്നത്. നമുക്കങ്ങനെ ജീവിക്കുവാൻ അനുവാദമില്ല. അതുകൊണ്ട് ദൈവം തൻ്റെ സഭയ്ക്കുള്ളിൽ ജീവിക്കുന്നു. ഇന്ന് ദൈവം വസിക്കുന്നത് കർത്താവിൻ്റെ സഭ, തദ്ദേശീയ സഭകളുടെ മധ്യത്തിലാണ്. അവിടെ ദൈവത്തിൻ്റെ വാസം അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാരണം നാം നീതിമാന്മാരായി ജീവിക്കുന്നുവെങ്കിൽ കർത്താവ് അവിടെ കാണും. അശുദ്ധിയുമായിട്ട് കർത്താവിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അവിടെ അശുദ്ധി ഉണ്ടെങ്കിൽ കർത്താവ് അവിടെ നിന്ന് വിട്ടുപോകും. അങ്ങനെ അശുദ്ധി ഒരിക്കലും ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഇസ്രായേലിലെ ദൈവാലയം കലിതരെ കൊണ്ടും ദൈവം ഇടിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ആ ദൈവാലയത്തിലുള്ള അശുദ്ധി ഉണ്ടായി എന്നുള്ളതാണ്. വിഗ്രഹാരാധന പോലും അവിടെ ഉണ്ടായി. അന്യദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ച്, സൂര്യദേവൻ്റെ വിഗ്രഹമൊക്കെ വെച്ച് പൂജിക്കുന്നതായിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് പ്രവചന പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ കാണാം. അതൊരിക്കലും നടക്കുവാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ദൈവജനത്തിൻ്റെ മധ്യത്തിൽ കർത്താവ് ഉണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും എങ്ങനെ ജീവിച്ചാലും കർത്താവ് ഉണ്ട് എന്ന് അനുമാനിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ജീവിച്ചാലും കർത്താവ് ഉണ്ടാവില്ല. കാരണം കർത്താവ് വിശുദ്ധനാണ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നാണ്. അശുദ്ധിയെ സംബന്ധിച്ചുള്ള പേർ പോലും പറയരുതെന്നാണ്. പേർ പോലും നിങ്ങളുടെ കയ്യിലത് പേര് പോലും പറയരുത്. ചില വാക്കുകൾ പറയാൻ പോലും നമുക്ക് അനുവാദമില്ല. കാരണം നമ്മുടെ ദൈവം അത്ര വിശുദ്ധനാണ്. അതുകൊണ്ട് ഈ സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം തന്നെ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ദൈവം വസിക്കുന്നു. ദൈവത്തിൻ്റെ വസിക്കുന്നതിന് പ്രതീകമായ സമാഗമന കൂടാരം അവിടെ അടിച്ചിരിക്കുന്നു. ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ 3 ഗോത്രങ്ങൾ വീതം 4 ഭാഗത്തായിട്ട് ആ ദൈവാലയത്തിന് ചുറ്റും അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിന് ചുറ്റും അവർ വസിക്കുന്നു. അവിടെ ദൈവമുണ്ട് എന്നുള്ളത് എത്ര സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മധ്യ ദൈവമുണ്ടോ എന്ന് നാം തന്നെ ചോദിക്കണം. എൻ്റെ സഭയിൽ ദൈവമുണ്ടോ? എൻ്റെ കൂടിവരവിൽ ദൈവമുണ്ടോ? ദൈവം കടന്നു വരത്തക്കവണ്ണം രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് ഒരുമിച്ച് കൂടുന്നത്. കർത്താവ് കടന്നു വരത്തക്കവണ്ണം രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ പാപത്തെ വെറുത്ത് വിശുദ്ധരായിട്ടാണോ അവർ ജീവിക്കുന്നത്? ഈ വിധത്തിലുള്ളതായിരിക്കുന്ന ചോദ്യങ്ങൾ നാം ചോദിക്കുകയും ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ മധ്യത്തിൽ ദൈവം വസിക്കുന്നു എന്നുള്ളതുകൊണ്ട് പാപത്തെ നാം വെറുത്ത് വിശുദ്ധി പാലിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.